ഹലോ ഗായ്സ്, അപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമുള്ളൊരു ദിവസമാണ്. വെളുപ്പിന് 4:30 തന്നെ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഹായ് ഹായ്, എവിടെ പോണ്? എവിടെ പോണ്? എവിടെ പോണ് ചേച്ചിയോ? പോലെ പോലെ ഞാൻ പോലെന്ന് വെച്ചാ കാശിക്കുട്ടാ, കാശി എന്തോടെ നിക്കണേ? നമ്മൾക്കിപ്പോൾ 4:30 എത്തേണ്ടത്. നമ്മൾ കറക്റ്റ് ഒരു 4:35 ആയപ്പോഴാണ് ഇറങ്ങിയത്. 5 മണിക്ക് ഇറങ്ങാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. നമ്മുടെ തമ്മിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും നമ്മളൊരു വലിയൊരു ഫാമിലി ആയിട്ട് നമ്മൾ എവിടേക്ക് പോവാണ്? മൂന്നാറിലോട്ട് പോവാണ് കേട്ടോ. ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ കുടുംബയോഗത്തിൻ്റെ ഒക്കെ ഷോർട്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. ഞങ്ങളൊരു 19 പേരടങ്ങിയ ഒരു വലിയ കുടുംബം ഞങ്ങൾക്കുണ്ട്. എല്ലാ മാസവും ഞങ്ങൾ യോഗം കൂടും, എല്ലാ മാസവും ഒത്തുകൂടും, അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു 50 പേരും കൂടെ മൂന്നാർ വരെ പോവാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓ കുഞ്ഞുളേച്ചിയും പൊന്നു ചേച്ചിയും ചേച്ചി, നമ്മൾ ട്രിപ്പിന് റെഡിയല്ലേ? ചീട്ടുട്ടാ, നമ്മൾ ട്രിപ്പിന് റെഡിയല്ലേ? വെള്ളന്നെ റെഡി? അഞ്ചു എങ്ങനെയുണ്ട്? സൂപ്പർ, യു ലുക്ക് ലൈക്ക് ജോർജിയസ്. ഞങ്ങൾ പറഞ്ഞിട്ടതാണ്. ചേച്ചി ഫ്ലാസ്കിൽ എന്താ ചായയാണോ? ചൂടുവെള്ളം. ഓ, ചൂടുവെള്ളം ഇപ്പൊ കുടിച്ചപ്പോ. പാറു പാറു കുഞ്ഞു റെഡി? റെഡി ഫോർ ദ ട്രിപ്പ്? എൻജോയ്. Oh my god, super super. സീനാ വേഷട്ടോ. വയസ്സായിട്ടുണ്ട്. വെല്ലേച്ചി കച്ചായി എല്ലാരും ഇവിടെ. എന്ത് പൊന്നുവാ എന്റെ വണ്ടി തായി. ഓരോരുത്തരൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കറക്റ്റ് 5 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പ്രായമായിട്ടുള്ള ഞങ്ങളുടെ കൊച്ചായിമാരൊക്കെ ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ മൂന്നാർ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന, ഞാനായാലും ഫസ്റ്റ് ടൈമാണ് മൂന്നാർക്ക് പോണത്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പോകണമെന്ന്. കാരണം അവിടുത്തെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല, അങ്ങനെയാണ്. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ ചിക്കു, ആദു, കുറേ പേര് പോയിട്ടുള്ളവരുണ്ട്. പ്രായമായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഭയങ്കര മെയിനായിട്ട് നമ്മൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രിപ്പ് പോകാൻ പോണത് തന്നെ കേട്ടോ. മാത്രമല്ല, ഞങ്ങൾക്ക് ഇന്ന സ്ഥലം കാണുന്നു എന്നതിലുപരി ഞങ്ങളുടെ ഈ ഒരു ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വൈബുള്ളൊരു ഫാമിലിയാണ്. അത്രയും വൈബ് കൊണ്ടടക്കുന്നൊരു ഫാമിലിയാണ് ഞങ്ങൾ. അതായത് എല്ലാവർക്കും ഒരേ മെൻറ്റാലിറ്റിയാണ്. എല്ലാവരും അടിച്ചു പൊളിക്കുകയാണെങ്കിൽ അടിച്ചു പൊളി. എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും ഒപ്പുണ്ടാവും. എന്തായാലും നമ്മളിങ്ങനെ ആശയം മുന്നോട്ട് വെച്ചപ്പോ അത് നല്ല രീതിയിൽ എടുത്ത് എല്ലാ കുടുംബാംഗങ്ങൾക്കും ഒരു ആദ്യം തന്നെ നന്ദി പറഞ്ഞിട്ട് തുടങ്ങണം. കാരണം ഇങ്ങനെ ഒരു ആശയത്തിൽ ഇത്രയും വിജയിക്കാൻ പറ്റുമെന്ന് കരുതിയില്ല. അതുപോലെ തന്നെ ഇതിനു വേണ്ടി അഹോരാത്രം പണിയെടുത്തിട്ടുണ്ട് നമ്മുടെ എൻ്റെ അനിയനും നമ്മുടെ കൂട്ടുകുടുംബത്തിലംഗമായ നിഖില്, കൂടെ നിന്ന ചിക്കു, ഒരുപാട് ആൾക്കാരുണ്ട്. ഫോൺ വിളിച്ച് എന്നാലും പ്രത്യേകം പേരിട്ട് പറയണം തോന്നി. അതുകൊണ്ട് അവർക്ക് നല്ലൊരു കൈയോടെ നല്ലൊരു ഇത് കൊടുത്ത്. അതുപോലെ നമ്മുടെ കൂട്ടുകുടുംബത്തിലേക്ക് നമ്മളിപ്പോ യാത്ര ചെയ്യാൻ വേണ്ടി മറ്റ് കുറച്ച് അതിഥികളും എത്തിയിട്ടുണ്ട്. അവരെ നമ്മൾ ഈ ഒരു യാത്രയിലേക്ക് നമ്മുടെ കുടുംബമായിട്ട് തന്നെ ഏറ്റെടുത്തുകൊണ്ട് അവരെ സ്വാഗതം ചെയ്യണ്ട എല്ലാരും. അപ്പൊ നമുക്ക് യാത്ര തുടങ്ങല്ലേ? അപ്പൊ എന്തൊരു പരിപാടി? വെറുതെ ഉറങ്ങണോ അല്ലെങ്കിൽ പാട്ട് വെക്കണം? എന്താ വേണ്ടെന്ന് ഒരു ചെയ്യാം.
നമ്മളിപ്പോൾ യാത്ര തുടങ്ങി, മക്കളൊക്കെ നല്ല ഉറക്കമായിട്ടുണ്ട്. വെളുപ്പിന് തന്നെ എണീറ്റാലും ഒരു കുറുമ്പില്ലാണ്ട് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലേസിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ണികളൊക്കെ നല്ല ഉറക്കമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും തീരുമാനിച്ചു, എന്തായാലും കിടന്നുറങ്ങണ്ട, തിരിച്ചു വരുമ്പോൾ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. പോകുന്ന ഒരു സമയം നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പാട്ടൊക്കെ വെച്ച് അടിച്ച് പൊളിച്ച് തകർത്ത് കളയാമെന്ന് വിചാരിച്ചു. ഞങ്ങളാണെങ്കിൽ കുറേ സ്നാക്സൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും വേണ്ടിയിട്ട് സ്നാക്സും കാര്യങ്ങളൊക്കെ ഒരു ബണ്ടിൽ സ്നാക്സൊക്കെ മേടിച്ചിട്ട് അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ടീം കളി തുടങ്ങി. ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ പിള്ളേരുണ്ട്, ഞങ്ങൾക്ക് കളിക്കാനും പറ്റുന്നില്ല. ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. ബസ്സിലൊക്കെ ഇങ്ങനെ നമുക്ക് കൂടെ തുള്ളാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ വിഷമം കണ്ടിട്ട് നമ്മുടെ സീതമ്മ എന്ത് ചെയ്തു, സീതമ്മ അച്ഛനും കൂടിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കാശീനെയും അയിനൂനൊക്കെ മേടിച്ചു. അങ്ങനെ ഞങ്ങളും ഗോതളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാണാം. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ പോലും കളിക്കാതിരുന്നിട്ടില്ല, എല്ലാവരും കളിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് എന്താ പറയുക എൻജോയ് ചെയ്യും. ഇപ്പം ഞാനായാലും ഞാൻ കീത്തു, ആദു, ചിക്കു, ഇവരൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഞങ്ങളൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലേസ് കാണുന്നതിലുപരി ഈ പറഞ്ഞ പോലെ ഒരു വൈബ് അടിച്ച് കൊണ്ടുപോകാനാണ് ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നത്. അപ്പോൾ കാശിക്കുട്ടൻ എൻ്റെ കയ്യിൽ എണീറ്റിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനാണെങ്കിൽ ഇരുന്നു കൊണ്ട് ചെയ്യാണ്. പിന്നെ നമ്മുടെ കൊച്ചായിമാരും എല്ലാവരും അടിച്ച് പൊളിച്ച് തകർക്കാണ്. നിങ്ങളുടെ ഫാമിലി ഇങ്ങനെ ഒരു കുടുംബയോഗം, ഒട്ടുമിക്ക ആൾക്കാരും ഫാമിലി ട്രിപ്പ് പോണത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ കുടുംബയോഗത്തിൽ നിന്ന് ഫസ്റ്റ് ടൈമാണ് കേട്ടോ നമ്മളിങ്ങനെ പോകുന്നത്. നമുക്ക് ഞങ്ങളെല്ലാവരും ജ്യൂസ് ഉള്ളാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പാർക്ക് പോലൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ഇല്ല ഇറങ്ങിക്കോ, നേരിട്ട് ഇറങ്ങിക്കോ. അത് ആ ഒരു ചെറിയ ആട്ടമുള്ളതാണ്. നമ്മളപ്പോൾ അതേ വാഷ്റൂമിലൊക്കെ പോയി, എല്ലാവരും വാഷ്റൂമിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ തിരിച്ചു വരികയാണ്. എന്താ പറയുക, അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര, നമുക്കാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒന്നും കാഴ്ചകൾ കാണാത്തതുകൊണ്ട് തന്നെ ചെറിയൊരു കോട വന്ന് നിൽക്കുന്നതായാലും കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷവും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ഇതെല്ലാം കാണുമ്പോൾ തന്നെ. അപ്പോൾ നമ്മൾ വീണ്ടും അതേ ബസ്സിൽ കയറി.
ചന്ദന കുളിരണിഞ്ഞു ഈറനാമ്പിൻ നിലാവും ഈ നദീതൻ കുളിരൻ ചന്ദന കുളിരണി മകളല്ല ഞങ്ങൾ അടിമകളല്ല 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 ഞങ്ങൾ ഞാനൊന്ന് തൊട്ടാലും പിന്നെ കൊണ്ടാണ് കണ്ടറിയ ഓമന പൂമുഖം വാടിടേണ്ട ഓമന പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തൊരുമ നൽകാം ഓടണ്ട ഓടണ്ട ഓടിത്തളരണ്ട ഓമന പൂമുഖം വാടിടേണ്ട ഓമന പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തൊരുമ നൽകാം പുഞ്ചവരമ്പത്ത് പാമ്പിന്റെ പൊത്തുണ്ട് സൂക്ഷിച്ചു വന്നോളൂ പൊന്നു ചേട്ടാ ഒരു കുപ്പി മണ്ണെണ്ണ കത്തിത്തീരും വരെ പണ്ടാറ തള്ളക്ക് ഉറക്കമില്ല താറിട്ട റോഡാണ് റോഡിനരികാണ് വീടിനടയാളം ചീമക്കൊന്ന ഒരു വെള്ളച്ചാട്ടം ചെറിയൊരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഇറങ്ങാണ്. വെള്ളച്ചാട്ടം ജില്ലയിലാണോ? എല്ലാരും പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരും ഞങ്ങള്. ഹായ് മാളു. ഹായ്. ഇതെന്റെ കുഞ്ഞനിയത്തി. സ്ഥാനം കൊണ്ട് അനിയത്തിയാണെങ്കിലും പ്രായം കൊണ്ടുള്ള എന്റെ വലിയേച്ചി. ഇതെന്റെ ചേടത്തി. ചേടത്തി ചേടത്തി നിങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ടാവും. ഇതെന്റെ ചേടത്തി. ഇത് 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 ചേച്ചിയുടെ മോള്. ഇതെന്റെ മോൻ. ഞാൻ വെള്ളച്ചാട്ടം കുട്ടികളെ നന്നായിട്ട് പിടിച്ചോളൂ കേട്ടോ. ഇനി അടുത്ത ആളെടുത്ത്. ഇത് ഞങ്ങളുടെ വല്യമ്മ. ഇത് ഞങ്ങളുടെ പിടിക്കട്ടോ. ഇട്ടു അടുത്ത ആൾ കാണിച്ചു. എവിടെ പോവാം? നമ്മള് വാട്ടർഫോൾ കാണാം. വാട്ടർഫോൾ വെള്ളച്ചാട്ടം, ചെറിയൊരു വെള്ളച്ചാട്ടം കാണാൻ പോകാം. പാറൂസ് ഫുൾ ടൈം കുഞ്ഞോളേച്ചിയുടെ കൂടെ ആയിരുന്നു കേട്ടോ. പിന്നെ ദിവ്യ ചേച്ചിയും നന്നായിട്ട് നോക്കിക്കോളും. അപ്പോൾ അത് കുഞ്ഞോളുടെ കൈ പിടിച്ചിട്ടാണ് പാറു ഫുൾ ടൈം നടന്നിരുന്നത്. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു ചെറിയൊരു വെള്ളച്ചാട്ടം കാണാം കേട്ടോ. പണ്ട് വന്നിട്ടുണ്ട് നമ്മള്. നമ്മുടെ കുടുംബയോഗത്തിലെ കുറച്ച് ടീം അംഗങ്ങളാണ്. കുറച്ച് അപ്പുറത്തുപ്പുറത്തൊക്കെ സ്പ്ലിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്നാലും കുറച്ച് നമ്മുടെ ഫാമിലി ഫോട്ടോസ് എടുക്കുന്ന നേരത്ത് ഉള്ളവരാണ്. എല്ലാവരും ഉണ്ട്. എന്താ വലിയേട്ടൻ, അതുപോലെ തന്നെ വല്യമ്മമാർ, അമ്മായിമാർ, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ വേഗം ബസ്സിക്ക് എത്താൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓടാണ്. ചെറിയൊരു വാട്ടർഫോൾ കാണാൻ ഇറങ്ങി. നല്ല ഭംഗിയുണ്ടായിരുന്നു. തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയുള്ളൂ. ഇനി
നടന്ന് ഫുഡ് കഴിക്കണം. ഇപ്പൊ സമയം എത്ര ചെയ്തു? 9 മണി. ചീന വാട്ടർഫോൾ കണ്ടോ? സന്തോഷയോ? എന്താ ഇപ്പഴത്തെ കിടക്കില്ലേ? ഹായ് കുട്ടാ. കുട്ടൻ വാട്ടർഫോൾ ഉണ്ടോ? അയ്യോ കഴിച്ചപ്പതേ നമ്മള് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. സ്ഥലം അടിമാലി എത്തിയിട്ട് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ 5 മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ വിശന്ന് പൊരിഞ്ഞ് മരിച്ചിരിക്കുകയാണ്. പിള്ളേർക്കായാലും അമ്മ ഛർദ്ദിച്ചു, കുഞ്ഞു ഛർദ്ദിച്ചു, അങ്ങനെ ഓരോന്നായി ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു ചായ കുടിക്കട്ടെ കേട്ടോ. നമ്മളിപ്പോൾ ആദ്യമേ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ആ ഒരു ഹോട്ടലിലാണ് നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അതേപോലെ തന്നെ ഡിന്നറൊക്കെ ഒരുക്കി തരുന്നത് അവരൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ രാവിലെ ചെന്നപ്പോൾ ഈ നോർമൽ ഇങ്ങനെ ക്യൂ ഒക്കെ നിന്നിട്ട്, പക്ഷെ ഭക്ഷണം നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ഭക്ഷണമായിരുന്നു. അതായത് പൊറോട്ട ഉണ്ടായിരുന്നു, പൂരി ഉണ്ടായിരുന്നു, വെള്ളപ്പം ഉണ്ടായിരുന്നു, നൂലപ്പം ഉണ്ടായിരുന്നു, മുട്ടക്കറി ഉണ്ടായിരുന്നു, കുറുമക്കറി ഉണ്ടായിരുന്നു. അങ്ങനെ 3 കറി 4 പലഹാരം അങ്ങനെയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ടീം എന്ന് പറയണത്. അതിൽ വെള്ളപ്പത്തിന് ഇച്ചിരി അധികം പുളി കൂടുതലായിരുന്നു. പൂരിയും പൊറോട്ടയും നൂലപ്പൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മുട്ടക്കറിയൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഇരിക്കുന്നത് ഫുള്ള് നമ്മുടെ കുടുംബയോഗത്തിൻ്റെ ആൾക്കാരാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ ഇങ്ങനെ പറഞ്ഞേൽപ്പിക്കുന്ന ഒരു ഏരിയ ആണെന്നാണ് തോന്നുന്നത് കേട്ടോ. കാരണം നമ്മൾ പിന്നെ കുറേ ടീം ഇതുപോലെ ബസ്സിലിറങ്ങി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭാഗ്യത്തിന് നമ്മുടെ കാശിക്കൂട്ടൻ ഫുഡ് ഇങ്ങനെ കറക്റ്റ് കഴിക്കുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. അപ്പോൾ അവിടെ നമ്മളെല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ നമ്മൾ വീണ്ടും യാത്ര. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ കുന്നും മലചെരിവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അപ്പോൾ ഫോണെടുത്ത് ക്ലിപ്പ് എടുക്കും നമ്മൾ. അപ്പോൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാണ്, കുറേ പേര് പക്ഷേ അങ്ങനെയല്ല, കുറേ ആൾക്കാർ കാണാത്ത ആൾക്കാരുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പ്രായമല്ല കേട്ടോ, ദൈവമല്ല, കുറച്ച് എന്താ പറയുക കൊച്ചായിമാർക്കും അമ്മായിമാർക്കും അവരൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഞാനായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു തൃശ്ശൂർ ഭാഗത്ത് അല്ലെങ്കിൽ ഞങ്ങൾ താമസിക്കുന്ന കൊടുങ്ങല്ലൂർ ഏരിയയിൽ ഇങ്ങനത്തെ ഒന്നുമില്ല. ഈ ഒരു തേയിലത്തോട്ടം നമ്മൾ ആദ്യമായിട്ടാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഓ മൈ ഗോഡ് വാവ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കും. ചില സ്ഥലത്ത് ബീച്ച് കാണാത്ത ആൾക്കാർ, കടൽ കാണാത്ത ആൾക്കാർക്ക് കടൽ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരിക്കും. നമുക്ക് പക്ഷെ എന്താണ്, കടലിന് യാതൊരു വിലയില്ല. കാരണം ഞങ്ങൾ കടലിൻ്റെ തൊട്ട് ഫ്രണ്ടിലും ആ ഒരു സമീപ പ്രദേശത്താണ് നമ്മൾ താമസിക്കുന്നത്. ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് ഇവിടുത്തെ ശരിക്കും പറഞ്ഞാൽ വില അറിയില്ല. പക്ഷേ എന്തൊരു സുന്ദരമായ സ്ഥലമാണ് നോക്കി നിങ്ങൾ. നല്ല രസമാണ് കാണാനായിട്ട്. നമ്മൾ പോണ വഴിക്കുണ്ടല്ലോ, ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ റോട്ടിലൊക്കെ തൊഴിലുറപ്പ് ചേച്ചിമാരൊക്കെ നിൽക്കില്ലേ, അതുപോലെ കുറേ പേര് ഇങ്ങനെ സൈഡിൽ കുറേ ചേച്ചിമാരിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ തേയില പറിക്കുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ ഓരോ വീടുകൾ. പക്ഷേ ഈ ഒരു മലയും കുന്നൊക്കെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയോടൊപ്പം തന്നെ നമുക്ക് പേടിയും വരുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ വയനാടുള്ള ഒരു ചൂരമല ഉണ്ടല്ലോ, അതാണ് ഓർമ്മ വന്നത്. കാരണം ഈ ഒരു മലയുടെ ഒക്കെ അടിയിലായിട്ട് ഒരുപാട് വീടുകൾ ഇങ്ങനെ പുറ്റു പോലെ ഉണ്ടേ. അപ്പം നമുക്കത് കാണുമ്പോൾ അതിലൊരു പേടിയും എന്താ പറയുക, ഇങ്ങനത്തെ മലയും കുന്നൊക്കെ കാണുമ്പോൾ ഭംഗിയുണ്ടെങ്കിൽ പോലും നമുക്ക് അതോടൊപ്പം തന്നെ പേടി തോന്നുന്നൊരു സന്ദർഭങ്ങളാണ്. എന്ത് രസമാണ് കാണാനായിട്ട് തേയിലയും കാര്യങ്ങളൊക്കെ. പക്ഷേ നമ്മളിങ്ങനെ ബസ്സിന് പോകുന്നതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ നിർത്തിയിടാനൊന്നും പറ്റില്ല. അതാണ് നമുക്കൊരു വിഷമം ഉണ്ടായിരുന്നത്. ഇപ്പോൾ കാറിനൊക്കെ പോകുന്ന ആൾക്കാരായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടയിൽ ഒരു വെള്ളച്ചാട്ടമൊക്കെ കാണാം. നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല എന്താ പറയാനിരിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ചേച്ചിമാരൊക്കെ നിൽക്കുന്നുണ്ടെന്ന് പറയില്ലേ, അവരൊക്കെ അവരുടെ പണികളിലാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ നല്ല സുന്ദരമായൊരു പ്രദേശം തന്നെയാണ് മൂന്നാർ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ യാത്ര ചെയ്യുമ്പോഴത്തെ കാഴ്ചകളാണ് അവിടെ കൂടുതലും ഉള്ളത്. യാത്ര 1.5-2 മണിക്കൂറായിട്ട് ഈ ഒരു കുത്തിരിപ്പ്. 11:30 അങ്ങോട്ട് കയറിയിരിക്കുന്നതാണ് ഗൈസ്. 11:15 അങ്ങോട്ട് കയറിയിരിക്കുന്നതാണ്. ചായ കുടിച്ചാൽ എപ്പോഴാണ് കയറിയിട്ടു? മൂട്ടിൽ വേര് മുളച്ചു. സത്യമായിട്ട് വേര് മുളച്ചു. കാണാനായിട്ട് കുറേ സീനറൊക്കെ ഉണ്ട്. പക്ഷെ എന്തിരുന്നാലും കുന്ന് കയറി പോകണോ നമ്മൾ മൂന്നാറിൻ്റെ അറ്റത്തെത്തിക്ക് ആ ഹിൽ ടോപ്പിക്ക് അങ്ങ് പോകണതാണ്. പക്ഷെ ടോപ്പ് അങ്ങോട്ട് എത്തണില്ല ശരിക്കും. അവശതയായിട്ട് വണ്ടിയിലിരുന്ന് കുലുങ്ങി. ഇപ്പോഴത്തെ കുറേ വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നോക്കിക്കണം ഇതിൻ്റെ ഒരു അവസാനല്ലേ. ഏറ്റവും അറ്റത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയില്ല. ആയിരിക്കുന്നു വിചാരിക്കുന്നു. മക്കൾക്ക് എടുക്കണമെങ്കിൽ കാശിക്കൂട്ടം നല്ല ഉറക്കാണ്. പാറ അപ്പുറത്ത് ഉറക്കാണ്. എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിയാൽ മതി ഗൈസ്. ശരിക്കും പറഞ്ഞെങ്കിലും ഒന്ന് ഇറങ്ങിയാൽ മതി.
ഒതുങ്ങിയൊക്കെ ഓർമ്മയില്ല എനിക്ക് ഇടയ്ക്കല്ലേ പോയത് കയ്യിൽ നിന്ന് ചാടി പിടിച്ച്. നമ്മളപ്പോൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഹിൽ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ഈ ഒരു സമീപപ്രദേശമൊക്കെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല മലയും കുന്നും ചെരുവുകളും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഞങ്ങൾ യാത്ര ചെയ്ത് മടുത്തു എന്ന് തന്നെ പറയാം. ഒരു 1.5-2 മണിക്കൂറോളം ഇരുന്നിരിപ്പായിരുന്നു. പ്ലസ് നമ്മൾ കൊച്ചിനെയും പിടിച്ച് ഇങ്ങനെ ഇരിപ്പല്ലേ, ഒന്ന് നിർത്തണവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ നമുക്ക് കാണാൻ കുറേ ഭംഗിയുള്ള കാഴ്ചകളുണ്ടായി. കാശി ഹായ് കൊടുക്ക്, ഹായ് കൊടുക്ക്. കണ്ടതിനൊക്കെ ഒരു ഇളക്കം. കൊള്ളാലോടാ. ആനയുടെ അടുത്തൊരു പ്രതീതി ചേച്ചി, ആനയുടെ അടുത്തൊരു പ്രതീതി. അതെ, ഈ ചോളവും സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു സംഭവം. നമ്മുടെ നാട്ടിലൊന്നും ചോളം ഇങ്ങനെ വിൽക്കണത് കാണാൻ പറ്റില്ല. പ്ലസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോളം വറുത്തതുണ്ട്, ഇങ്ങനെ എന്താ പറയുക, തീയിലിട്ട് ചുട്ടതില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുഴുങ്ങിയതിനേക്കാളും ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഇതിൻ്റെ രുചിയടക്കം ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അത് മേടിക്കണം. അപ്പം മേടിച്ചതിൻ്റെ കണ്ട കുതിര കുറേ അപ്പിച്ചൊക്കെ ഇട്ടതൊക്കെ ഉണ്ടായിരുന്നു. അത് ആരോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതപ്പോൾ ഞാനെടുത്ത് കഴിക്കില്ല. ഇവിടെ നമ്മൾ ഹിൽ പോയിൻറ്റിൻ്റെ ഒരു ചെറിയൊരു സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചു ഈശ്വര ഇത് കാണാൻ വേണ്ടിയിട്ടാണോ ഇത്രയും ദൂരം നടന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതെന്ന് വിചാരിച്ചു. കാരണം ഒരു ചെറിയൊരു കോർണറാണത്. അവിടെ ആണെങ്കിൽ പ്രത്യേകിച്ച് കുറേ എന്താ പറയുക, മലയുടെ മേലെ നിന്നിട്ട് ഫുൾ കോടയൊക്കെ വന്നിട്ടുള്ളൊരു ഏരിയ കാണുന്നൊരു പ്രതീതി അങ്ങനെയായിരുന്നു. പിന്നെ ഉപ്പിലിട്ട കുറേ സാധനങ്ങൾ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇതൊക്കെ ആയിട്ട് കുറേ കഴിക്കലും പിടിക്കലും. പിന്നെ നമുക്ക് അതിൻ്റെ ക്ലോസ് ആയിട്ട് നിന്നിട്ട് 1-2 ഫോട്ടോസും എടുക്കണം എന്നുണ്ടായിരുന്നു. അവിടുത്തെ ഒരു തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ എടുത്തായിരുന്നു കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും നിന്നിട്ടും കാണാൻ പറ്റുന്നൊരു വ്യൂ പോയിൻ്റ് അല്ല അത്. അതായത് അത് ശരിക്കും എന്താ പറയുക, ഇതിൻ്റെ ഇവിടെ ആയൊരു വ്യൂ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിൻ്റേതായ ഒരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടമായോ? ഇഷ്ടമായോ? യാത്ര മാത്രം നല്ല സീനറിയാണ് ഗൈസ്. നക്കാശി നോക്ക് ബോബു, ഒരു സെൽഫി. എന്തോ ചെയ്യുന്നുണ്ടോ? നമ്മളിപ്പോൾ ഹിൽ പോയിൻറ്റിൻ്റെ വേറൊരു സെക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് ഇങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ കാണിച്ചതല്ലോ, സ്റ്റെപ്പ് ഇങ്ങനെ കയറുന്ന ഒരു പോർഷനാണ്. അവിടെ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നില്ല 20 രൂപ കൊടുത്തിട്ട് കാണിക്കാനുള്ളൊരു സെറ്റപ്പാണെന്ന്. എനിക്ക് എന്താ പറയുക, എല്ലാവർക്കും വന്ന് കയറേണ്ട ഒരു കാണേണ്ട ഒരു സെറ്റപ്പ് അവർക്ക് വെക്കായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു 20 രൂപ ചാർജ് ഈടാക്കേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറേ മലകൾ ഫോണെങ്ങാനും ഇങ്ങോട്ട് വീണാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാൻ പറ്റുമോ? കൊള്ളാം അല്ലേ? എന്നാലും നമ്മൾ 2.5 മണിക്കൂർ കുത്തിരുന്നേന് ഇവിടെ വന്ന് കാണണ്ടടാ. അപ്പോൾ നമ്മൾ മല ഇറങ്ങാൻ പോവാണ്. ഇറങ്ങണം. എങ്ങനെയുണ്ട്? പേടിയുണ്ടോ? അത് സ്വാഭാവികം. എന്തായി? Wow, what a beauty. Chickapin, Adapan. What a fantastic and elastic and plastic.
കുറച്ച് എവിടെ കണ്ടോ ഫ്രഷായിരിക്കും വെക്കാൻ വേണ്ടി ആ കടയിൽ താഴെയായിരിക്കും താഴത്ത് പോയിട്ട് അവിടെ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് 20 രൂപയും കൊടുത്ത് വെറുതെ അതിന് മേലെ കയറാനായിട്ട് ഞങ്ങൾ ഒരു 5 പേര് വന്നിരിക്കുകയാണ്. വ്യൂ സൂപ്പർ. ചോദിച്ചിട്ടുണ്ടെങ്കിലും വ്യൂ സൂപ്പർ അല്ലേ? കയറാ സച്ചിൻ? വയ്യണ്ടായിട്ട് വൈകിയോന് എന്നിട്ട് വേണ്ടത് കപ്പലുണ്ട് മിഠായി വേണം. പാഷൻ ഫ്രൂട്ടിന് ഒരെണ്ണത്തിന് 20 രൂപ. ഹായേട്ടാ എന്താണ് ഇത്ര ഹറിബറി ഡിസംബറി? നമുക്ക് 1.5 മണിക്കൂർ കഴിഞ്ഞാൽ ഫുഡ് കിട്ടും. ഇത് എത്ര രൂപയാണോ? ഇത് എത്ര രൂപ കിട്ടും? എത്ര രൂപ കേട്ടോ ഒരെണ്ണത്തിന്? ഒരെണ്ണം 20. യെസ്, വെറുതെ ചോദിച്ചു പോവാം. ആ ചേച്ചി ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. ഒരെണ്ണം അവിടെ ഉണ്ട് അവിടെ ഉണ്ട്. മോൻ കുഞ്ചൻ ബാക്കിലല്ലേ? അതെയോ? അപ്പത്തേ നമ്മള് നേരെ വീട്ടിലേക്ക് ബസ്സിന്റെ അവിടേക്ക് നടക്കാണ്. ഹേയ് ഹലോ ഹായ് പറ മനുഷ്യനെ. ആ അതാണ് ഫെവർ വരട്ടെ. അപ്പൊ ഞങ്ങളിനി ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് തിരിച്ച് ബസ്സിൽ പോകണം. ഇപ്പോഴാണ് വെയിൽ ഉച്ചയാണ് ആക്ച്വലി. ആ ചേട്ടന്റെ ഷോപ്പ് ഉണ്ട് നമ്മുടെ അസ്മാബി കോളേജിന്റെ അവിടെ. അപ്പൊ അയ്യോ ഇത് PK കപ്പിൾസിന്റെ ചേച്ചിയില്ലേ? അങ്ങനെ ചേച്ചി. അപ്പൊ ഞങ്ങൾ എല്ലാവരും നടക്കട്ടെ. വെറുതെയാണ്, നഷ്ടമാണ്. ഒരു ഭക്ഷണം കഴിച്ചു നോക്കണോ? എന്നാ വെറുതെ നഷ്ടം. അതായത് വാടി ഇതൊക്കെ 50 രൂപ ഒരു പാക്കറ്റ്. വെള്ളം കുടിക്കണ്ട, വെറുതെ തൂക്കിലൊക്കെ മുടിച്ചിരിക്കും. ഏട്ടാ പൈനാപ്പിൾ പിന്നെ ഏതാ വേണ്ട? പൈനാപ്പിൾ വെച്ചിട്ട് ഉപ്പിലിട്ട പൈനാപ്പിള്. നെല്ലിക്ക വേണ്ട പാറു. ഏത് വേണം പാറിന്? ഏത് വേണ്ട? വേണ്ട എല്ലാവരും വന്ന് അവിടെ. ഇത് വേണോ? ഇത് വേണോ? ഇത് വേണ്ട പിന്നെന്ത് വേണം പറയൂ. നെല്ലിക്ക മേടിക്കണ്ടോ? മാങ്ങിയോ? അടുക്ക് ഇതെടുക്ക്. നീ കഴിക്കണ്ട. പൊടി വേണ്ട. സ്വീറ്റ് പഴം കളയണോ? How is the place? ഉപ്പിലിട്ട് കഴിച്ചില്ലേ? ഇനി വേണ്ട. ക്യാരറ്റ് വേണോ? ക്യാരറ്റ് തരാട്ടാ. ഞങ്ങളിത് ഇപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഫുഡ് അവിടെ സെറ്റാന്ന് തോന്നുന്നുണ്ട്. നോക്കട്ടെ.
ഇന്നും വഴിപക്കം കണ്ടും വരുകില്ലേ. തരാലോ. ഇതുണ്ടോ? എന്നിട്ട് പറയണേ ഞങ്ങള് അടിമാലി ജന്നയുടെയാണ്, ഫുഡ് അടിപൊളിയാണ്. അടിമാലി ജന്ന റെസിഡൻസിയുടെ ഒക്കെല്ലാം വാമനെ മോർണിംഗ് പൊളിയായിരുന്നു. അപ്പൊ ഉച്ചക്കത്തെ അഭിപ്രായം നിങ്ങൾ കഴിച്ചിട്ട് ആത്മാർത്ഥ അഭിപ്രായം ഇന്നലെ ആട്ടി വെച്ചപ്പോ കുറച്ച് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന ഒരു ടീം തന്നെയാണ് കേട്ടോ. നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചും, അതായത് എന്താ പറയുക, നോൺ വേണ്ടവർക്ക് അതുണ്ടായിരുന്നു, വെജിറ്റബിൾ വേണ്ടവർക്ക് അതുണ്ടായിരുന്നു. നമ്മുടെ ബസ്സാണ് അതുകൊണ്ട് അവിടെ എടുക്കുന്നത്. ഞങ്ങളെല്ലാവരും ഓരോ സെക്ഷനിൽ നിന്ന് ഇങ്ങനെ കഴിക്കൽ തുടങ്ങി. നമുക്ക് പക്ഷേ പിള്ളേർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, ഭയങ്കരമായിട്ട് എൻഗേജ്ഡ് ആയിട്ട് ആസ്വദിച്ചൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അവരെ കഴിപ്പിച്ച് പിന്നെ ഉള്ള സമയം കൊണ്ട് നമ്മളും കഴിച്ച് ആ ഒരു സംഭവം പറ്റുള്ളൂ. ഞങ്ങൾക്ക് അവിടെ ഒരു പെറ്റി ഓട്ടോറിക്ഷ കണ്ട കാരണം അതിൻ്റെ മേലിലൊക്കെ കയറ്റിയെടുത്തിട്ടാണ് നമ്മൾ പിള്ളേർക്ക് കൊടുക്കുകയും കഴിക്കുകയൊക്കെ ചെയ്തിരുന്നത് കേട്ടോ. കുറേ പിള്ളേരുണ്ടായിരുന്നില്ല. അതായത് നമ്മളിപ്പോൾ അല്ലു, അയിനു, കാശി കൂടാതെ അവർ 3 പേരെ പ്രായത്തിൽ നമ്മുടെ ദേവുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ലക്ഷ്മിക്കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പിള്ളേരും കൂടെ ഭയങ്കരമായിട്ട് നോക്കണ്ടേ. നെക്സ്റ്റ് നമ്മൾ പോയത് എക്കോ പോയിൻ്റ് ഉണ്ടല്ലോ, മൂന്നാറിൽ എക്കോ പോയിൻറ്റിലേക്കാണ് പോയത്. ഇവിടെ എന്താ പറയുക, ഈ സ്ട്രീറ്റ് ഫുൾ കുറേ സാധനങ്ങൾ ഇങ്ങനെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അവിടേക്ക് ചെന്നപ്പോൾ എനിക്കറിയില്ലായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടേക്കാണ് പോകേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഈ എക്കോ പോയിൻ്റ് എന്നുള്ളൊരു പേര് അവിടെ എത്തിക്കഴിഞ്ഞ സംഭവം കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ നൈസാണ് അത് കേട്ടോ. അതിനുള്ളിൽ നമ്മൾ ബോട്ട് റൈഡൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഓക്കെയാണ്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ വലിയ ഫാമിലി ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇനിയും ഒരു ദിവസത്തെ ടൂറേ ഉള്ളൂ. അപ്പോൾ ഒരു ദിവസത്തെ ടൂറിൽ നമുക്ക് മാക്സിമം കവർ ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരുപാട് സമയം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ നെക്സ്റ്റ് സ്ഥലം നമുക്ക് മിസ്സാവും. അതുകൊണ്ട് നമ്മൾ ആരും ബോട്ട് റൈഡിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരുന്നില്ല. നമ്മളവിടെ നിന്ന് കുറച്ച് നേരം ആ എക്കോൻ്റെ ഒരു ഭംഗി നമ്മൾ ആസ്വദിച്ചു. പച്ചപ്പായി വിരിച്ച പരവതാനി പോലെയുള്ള ആണോ? ഞാൻ ഒച്ചെടുക്കട്ടെ. അതല്ലേ ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട്. കേട്ടോളൂ, നമ്മളിൽ ഏറ്റവും കൂടുതൽ സൗണ്ട് ഉള്ളത് കീത്തൂനാണ്. എന്തുവാടോ മക്കളെ, ഇറങ്ങാൻ പറ്റൂല, കാശ് കൊടുക്കണം, ഇറങ്ങാൻ പാടില്ല, 400 കൊടുക്കണം. കുട്ടേട്ടാ, അയ്യേ കുട്ടേട്ടൻ ഇറങ്ങി. എന്താ ഉദ്ദേശിക്കുന്നത്? ഏതിൽ പേര് പറയും കുട്ടേട്ടൻ. അച്ഛാ ബോട്ടിങ്ങിനുണ്ടായാലും കേട്ടാ.
പക്ഷെ ഓൾറെഡി എക്കോ നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഉറക്കെ വിളിക്കും അതിനുള്ള എന്തെന്നാണ് വിളിക്ക്. എന്റെ സൗണ്ട് ഒന്ന് പോയിരിക്കേണ്ടി ഒന്ന് ട്രൈ ചെയ്യും. അഞ്ചോ കേട്ട് 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 സുഭാഷേ എന്താ മോളെ നമ്മൾ അവിടെ ഈ പറഞ്ഞ പോലെ കുറച്ച് നേരം നിന്നതിന് ശേഷം ഈ സ്ട്രീറ്റിൽ നിന്ന് കുറേ സാധനങ്ങൾ മേടിക്കണമെങ്കിൽ മേടിക്കാം അങ്ങനെ വെച്ചിരുന്നായിരുന്നു. കൂടുതലും ഞാൻ കണ്ടത് ഈ എന്താ പറയുക നമ്മൾ ഈ ഇങ്ങനെ തൂക്കിയിടുന്ന കുറച്ച് അട്രാക്റ്റീവായിട്ടുള്ള ഡെക്കറേറ്റീവ് സാധനങ്ങളുണ്ടല്ലോ അതുണ്ടായിരുന്നു. പിന്നെ ഗ്ലാസ്, പേഴ്സ്, ബാഗ് അങ്ങനത്തെ ഐറ്റംസാണ് കുറേ ഉണ്ടായിരുന്നത്. നമുക്ക് എനിക്ക് അത്യാവശ്യമായിട്ട് ഗ്രീൻ ടീ ആണ് ആവശ്യമായിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ നെക്സ്റ്റ് പോണത് ഒരു എന്താ പറയുക തേയില ഒരു കമ്പനി ഒരു ഫാക്ടറിക്കാണ് പോണത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോണ കാരണം അവിടെ നിന്ന് മേടിക്കാമെന്ന് വെച്ചു. പിന്നെ ഈ ഒരു ക്യാപ്പാണ് ഈ ഒരു സാധനം നമുക്ക് വേണ്ടി വന്നിരുന്നത്. പിന്നെ അതും ഈ പറഞ്ഞ പോലെ തിയേറ്ററിലേക്ക് പോകുമ്പോഴേ നമുക്ക് ആവശ്യമുള്ളൂ. വാങ്ങിച്ചാൽ തന്നെ അതൊരു ഭംഗിക്ക് കയ്യിൽ വെക്കാമെന്നുള്ളൂ, അവരാരും മേടിക്കത്തുമില്ല. പിന്നെ നല്ല പൈസയാണ് കേട്ടോ, പൈസ അത്യാവശ്യം പൈസയുണ്ട്. പിന്നെ ഞാനൊരു ചോക്ലേറ്റ് പ്രേമി ആയതുകൊണ്ടും എൻ്റെ മോൾക്ക് അതിലൂടെ കൊതിയുള്ളതുകൊണ്ടും നമ്മൾ ഈ ഒരു സെക്ഷനിൽ ചോക്ലേറ്റിൻ്റെ അടുത്ത് ചെന്ന് നിന്നായിരുന്നു. അപ്പം എന്താ പറയുക എത്രയോ ഗ്രാമിന് അങ്ങാണ്ട് 100 രൂപയ്ക്കുള്ളൂ. 250 ഗ്രാമോ എത്രയോ 100 ഗ്രാമൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, 100 രൂപയാണ്. പക്ഷെ പല ഫ്ലേവറിലായിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എല്ലാത്തിനും ടേസ്റ്റ് നോക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാത്തിനും ഓരോ കഷ്ണം വാങ്ങിച്ച് ഞാൻ കഴിച്ചു ഗൈസ്. അങ്ങനെ എല്ലാത്തിനും നമ്മൾ ഓരോ കഷ്ണം മേടിക്കുമ്പോഴത്തെ കഴിച്ച് നോക്കുമ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ടേസ്റ്റ് ഓരോന്നിൻ്റെ ഡിഫറെൻറ്റ് ടേസ്റ്റ് നമുക്ക് മനസ്സിലാവത്തില്ല, എല്ലാതും ഒരേപോലെ ഇരിക്കും. പക്ഷേ എനിക്ക് കഴിച്ചതിൽ വെച്ചിട്ട് ഇതിൽ നമുക്ക് ബട്ടർ സ്കോച്ചിൻ്റെ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. അതായത് ആ ചോക്ലേറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ബട്ടർ സ്കോച്ചൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന കുറച്ച് സാധനങ്ങളുണ്ടല്ലോ അതുപോലെ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ മേടിച്ചത്. അത് എത്ര ഗ്രാം മേടിച്ചുള്ളൂ. അതൊരു ചെറിയൊരു നല്ലൊരു ബോക്സിൽ ഈ പറഞ്ഞ പോലെ ഒരു 5-6 പീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ മേടിച്ചു. 100 രൂപയായിരുന്നു കേട്ടോ, അതും മേടിച്ചു. പിന്നെ ഐബോൾ പാറൂസിന് വേണ്ടിയിട്ട് ഐബോൾ ഒരെണ്ണുണ്ടായിരുന്നു, അതും നമ്മൾ മേടിച്ചു. അതെ മറ്റേ സാധനം വന്നാലേ എന്റെ പുന്നാരെ എന്നെയും ഓർത്തിടണേ. കോളേജിൽ പോകുമ്പോൾ പലമുഖം കാണുമ്പോൾ എന്നെയും ഓർത്തിടണേ. എന്റെ പുന്നാരെ എന്നെയും ഓർത്തിടണേ. തേരിൽ കുളിച്ചാലും പാലിൽ കുളിച്ചാലും എന്റെ പുന്നാരെ കാട്ടുവെളുക്കില്ലേടേ. ഓടുന്ന വണ്ടിയില് ചാടിക്കയറുമ്പോൾ വീഴാതെ സൂക്ഷിക്കണേ. എന്റെ പുന്നാരെ വീഴാതെ സൂക്ഷിക്കണേ. ഇന്നലെ നീട്ട മഞ്ഞ ചുരിദാറ് ആരുടെ കാശാടനെ ഞാൻ കണ്ടപ്പോൾ മഴമാകട്ടേന്ന് എന്റെ പുന്നാരെ മാമ്പഴമാകട്ടേന്ന്. കണ്ണിമക പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാരെ മാമ്പഴമാകട്ടേന്ന്. മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാരെ മാമ്പഴമാകട്ടേന്ന്. പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാരെ മാമ്പഴമാകട്ടേന്ന്. വെള്ളേമൽക്കുള്ള നിന്നുന്ന പാവാട എത്ര ഞാൻ വാങ്ങി തന്നു എന്റെ പുന്നാരെ, എത്ര ഞാൻ വാങ്ങി തന്നു. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാരെ മാമ്പഴമാകട്ടേന്ന്.
വെണ്ണി കുറിയെടുക്കുമ്പോൾ ഒരു നറോപ്പിനു എർത്തണേ കണ്ണിലാണെന്റെ കരളിലുരുളിയിൽ എണ്ണ കാച്ചിയ ഉമ്പരം വെറുതെ ഞാനെന്തിനെരിയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കണേ കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ അളകിലൂക്കിയ സുന്ദരി പെണ്ണു കെട്ടിനി കുറിയെടുക്കുമ്പോൾ രുണറുക്കിനു ചേർത്തണേ ഏറെയാണെന്റെ കരളിലുരുളിയിലെണ്ണക ബാക്കി എന്റെ ഭാര്യ പാടും എങ്കിലും നേരമായത് ചൊല്ലുവാ വെറുതെ എന്തിന് ഇനിയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കണേ ബാക്കി ചെയ്യുവാണ് ഈ ഡാമിന്റെ പേരെന്താ? മാട്ടുപ്പെട്ടി കോയിലില്ലേ മാമ വെച്ച മനസ്സ് വെച്ച ചെല്ലിക്കിട്ട് ജീ വിളിക്കൂലേ. മാമന്റെ എങ്ങനെ ഉണ്ടായിരുന്നു കുഞ്ഞു ട്രിപ്പ്? ഓൺ ഗോയിങ് ആണല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു പാറു ട്രിപ്പ്? വാശിക്കാരി പാറുവിനേത് ഇപ്പൊ നമുക്ക് രണ്ടുപേരായിട്ട് നടക്കാം പാറു. അപ്പൊ നമ്മളിപ്പോ കുറെ പേര് വണ്ടിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷെ പ്രത്യേകിച്ച് ഡാമല്ലേ, പ്രത്യേകിച്ച് അങ്ങനൊന്നുമില്ല. എന്നാലും കാണാം. പിന്നെ നമ്മൾ ഈ ഡാമിലേക്ക് എത്തി. നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ സ്ഥലം കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന ഒരു ഗ്യാപ്പിൽ നമ്മൾ ബസ്സിൽ വെച്ചിട്ട് മാക്സിമം എൻജോയ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ നമ്മുടെ കൂട്ടത്തിൽ പ്രായമുള്ള കുറച്ച് ആൾക്കാർ, പ്രായം എന്ന് വെച്ചാൽ ഒരുപാട് പ്രായമല്ല ഞാൻ പറയണത്, എന്താ പറയുക, ചെറുപ്പക്കാർ വളരെ കുറവുണ്ടായിരുന്നുള്ളൂ, കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർക്കൊക്കെ ഈ നടപ്പ് തന്നെയല്ലേ, ഫുൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ടയേർഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മാക്സിമം നമ്മുടെ വണ്ടിയിൽ വെച്ചിട്ട് മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിച്ചായിരുന്നു. കോടമഞ്ഞിൽ രാത്രി മുല്ലപ്പൂക്കുമ്പോൾ കാണാനായിട്ട് ഇവിടുത്തെ വ്യൂ പോയിൻ്റൊക്കെ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ മൂന്നാറിലെ ഈ ഒരു പച്ചപ്പാണ്, തേയിലത്തോട്ടം, പച്ചപ്പ്, ഇത് തന്നെയാണ് മെയിനായിട്ടും കാണുന്നത് നമ്മൾ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ കയ്യിൽ, എല്ലാവരുടെ കയ്യിലും മക്കളുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ റീൽസ് ആയാലും വീഡിയോസ് ആയാലും വ്ളോഗ് നമ്മൾ എടുത്തു പോകും. അതല്ലാണ്ട് ഒരു ഫോട്ടോയോ ഒരു റീലോ അത് നല്ല രീതിയിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ ചോളം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് ചോളം മേടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കുണ്ടല്ലോ ഇങ്ങനെ ചോളം, ചില മൂത്ത ചോളം ഉണ്ടാവും, അങ്ങനെ കടിച്ച് തിന്നണ ഭയങ്കര ഉറപ്പുള്ള ചോളം ഉണ്ടാവും. ഞാൻ പണ്ട് കഴിച്ചിട്ടുള്ളൂ അങ്ങനെയാണ്. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് കഴിച്ചതും ഇപ്പോൾ വാങ്ങിക്കാൻ പോണതൊക്കെ എന്താ പറയുക, കിളിന്ത് പോലത്തെയാണ്, അത് ഇങ്ങനെ പെട്ടെന്ന് കടിക്കുന്ന പോലത്തെയാണ്. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞത് അങ്ങനെയുള്ള ചോളങ്ങളൊക്കെ, ഉറപ്പുള്ള ചോളങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ പൂവാണ്, അംഗനവാടിയത്തെ പൊടി ഉണ്ടല്ലോ അതിന് വേണ്ടി പൂവാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു ചോളാണ്, ഇത് ഊട്ടിയിൽ നിന്ന് വാങ്ങാണ്ട് വരുന്ന ചോളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നല്ല 3 പീസായിട്ടാണ് തന്നത്. പക്ഷേ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള സാധനമായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അത് കുറച്ച് നാരങ്ങയും അതുപോലെ തന്നെ മുളകൊക്കെ ഇട്ടിട്ട് നമുക്ക് സെറ്റാക്കിയിട്ട് 3 പീസാക്കിയിട്ടാണ് തന്നത്. അപ്പോൾ നമ്മൾ നേരെ ബസ്സിൻ്റെ അവിടേക്ക് പോവാം. ബസ്സിൻ്റെ അവിടേക്ക് പോയിട്ട് എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്തിട്ടൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ആനച്ചന്ത ഉണ്ടായിരുന്നു. എനിക്ക് മറ്റേ ഹിൽ പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് വെച്ചിട്ട് കിട്ടിയതിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടമായത് ഇതായിരുന്നു കേട്ടോ. ഇത് കുറച്ചും കൂടി ഫ്രഷ് ആയി തോന്നി. നല്ല ഫ്രഷ് സാധനമായിരിക്കണം. നമ്മളവിടെ കിട്ടുമ്പോഴത്തേനും പക്ഷേ ഇവിടെ ഒക്കെ ചള്ളാണ് സാധനം കിട്ടും. കുറേ സ്ഥലമായിട്ട് ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോകും.
അടുത്ത് നമ്മൾ ഈ ഒരു തേയില ഫാക്ടറിക്കാണ് വന്നത്. അപ്പോൾ ഇപ്പം തന്നെ സമയം ഏകദേശമായി. ഇനി നമുക്കൊരു പ്ലേസിലേക്കും പോകാനില്ല. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഇത് കാണാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ചായയിലായാലും ഗ്രീൻ ടീ ആയാലും നമ്മൾ ഇവിടെ നിന്ന് മേടിക്കുമ്പോൾ കുറച്ചും കൂടെ ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മൾ ഇവിടെ നിന്ന് അത് മേടിക്കുന്നത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പോണ വഴിക്ക് അയ്യോ ഇവിടെ കുറേ പൂക്കളുണ്ട് കേട്ടോ. അതായത് നമ്മളിവിടെ ശവനാറിയും തുമ്പപ്പൂവൊക്കെ നിൽക്കുന്ന പോലെ ഇവിടെയൊക്കെ നല്ല പൂക്കളാണുള്ളത്. അവിടെ നിന്ന് കുറച്ച് പൂവും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഇതാണ് കേട്ടോ ഒരു നമുക്കെല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് ഇവരുടേത്. ഞങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് വന്ന പാടത്തിന് നമ്മൾ നേരെ വാഷ്റൂമിലേക്കാണ് പോയത്. അവിടെ അതിനുള്ള നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ചായ ഇവിടെ അവർക്ക് 30 രൂപ കണ്ടാണ് ഒരു ചായക്ക്. അതായത് ഇവിടെ ഒരു ചായക്ക് കൊടുക്കുന്നത് 30 രൂപയാണ്. അത് എല്ലാ വിധത്തിലുള്ള ചായ ഉണ്ടാവും. അതായത് മസാല ടീ ഉണ്ടാവും, ജിഞ്ചർ ടീ ഉണ്ടാവും, ഏലക്കായ, അങ്ങനത്തെ പല ചായ പല ടൈപ്പ് ഉണ്ട്. പക്ഷേ 30 രൂപയാണ് ഒരു ചായക്കിട്ട്. പറയാതിരിക്കാൻ വയ്യ, നല്ല ടേസ്റ്റാണ്. ടേസ്റ്റ് ഭയങ്കര ഡിഫറെൻ്റാണ്. ചായലയുടെ ശരിക്കും ഗുണമുള്ള ചായല ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കര ഡിഫറെൻ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ചായ കുടിച്ചേക്ക് ഇവിടുത്തെ ചായ കാശിക്കുട്ടാ ചായ വേണോ? ബ്രാഞ്ച് ഹെഡ് ഓഫീസ് ഇവിടുന്നാണ് ഈ സാധനങ്ങളൊക്കെ എന്താ പറയുക എക്സ്പോർട്ട് ചെയ്യുന്നതല്ലേ. ചായ അടിപൊളി ചായയിലേക്കോ. പക്ഷെ എനിക്ക് നല്ല തണവായിട്ടുണ്ട്. തണവെന്ന് പറഞ്ഞാൽ നല്ല സീനറിക്കാണ് കേട്ടോ, അടിപൊളിയാണ് കാണാൻ. പക്ഷെ യെസ് എല്ലാവർക്കും കൂടെ നമുക്കൊരു ഫോട്ടോ എടുക്കണം. നല്ല തണവുണ്ട് കേട്ടോ. തണവെന്ന് പറഞ്ഞാൽ ചെറിയ തണവൊന്നുമല്ല, നല്ല തണവുണ്ട്. ഞാൻ കുറച്ച് ഗ്രീൻ ടീ ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം, അതെടുക്കാൻ നോക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഈ ഇറങ്ങുന്ന നേരത്തെ തേയിലയുടെ നടുവിലൊക്കെ നിർത്തിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഈ സൂര്യൻ അങ്ങോട്ട് മറഞ്ഞ സമയത്താണ് നമുക്കൊരു ബോധോദയം ഉണ്ടായിരുന്നത്. മാത്രമല്ല നമ്മളിങ്ങനെ ഈ നമ്മുടെ ബസ് പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് ഇങ്ങനൊരു ഏരിയ ഉണ്ടായിരുന്നില്ല. ഉണ്ടായാൽ പോലും അവിടെ നമുക്ക് നിർത്തിയെടുത്ത് അത്രയും സമയം കളയാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ഒരുത്തിക്കും പോവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഞാനും ഏട്ടനും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കീത്തും നിഖിലും ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവർ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കൂട്ടുകുടുംബത്തിൻ്റെ വലിയൊരു ഫാമിലി ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടെ കയറി സെൻറ്ററിൽ നിൽക്കുകയാണ് കേട്ടോ. നമുക്ക് ബസ്സിലുണ്ടായിരുന്ന ഡ്രൈവർ ചേട്ടനും അവരും നമുക്ക് പിക്സും കാര്യങ്ങളൊക്കെ എടുത്തു തരാൻ പറഞ്ഞു. രാത്രി മുല്ല പൂക്കുമ്പോൾ നമുക്കപ്പോൾ ഇഷ്ടംപോലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടോ. ഇത്തിരി ലൈറ്റിൻ്റെ കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ നമ്മളിത് ഈ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പുറത്തേക്ക് കിടക്കുകയാണ്. ഇനി നമുക്ക് പോകാനുള്ളത് നമ്മളൊരു പോയിന്റിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വിറകൊക്കെ കൂട്ടിയിട്ട് കത്തിച്ച് കളിക്കാം, അങ്ങനെ ഒരു പ്ലാനായിരുന്നു. പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണം എത്രത്തോളം വീടുകൾ ഈ മലഞ്ചെരുവിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് കേട്ടോ. ആദ്യം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പ്ലേസിൽ തന്നെയായിരുന്നു ഫുഡ്. ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതായത് ഓരോ ടൂറിസ്റ്റുകാർ വരുമ്പോഴും അവർക്കുള്ള ഫുഡ് ഇവിടെ പ്രൊവൈഡ് ചെയ്യും. ഞങ്ങൾ വരുന്നതിന് മുമ്പ് ഒരു ടീമിൻ്റെ അവർ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ ചെന്നത്. അപ്പോൾ അവരുടെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കയറിയത് കേട്ടോ. അപ്പോൾ കാശിക്കുട്ടനാണെങ്കിലും നല്ല ഉറക്കവും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. നമ്മളിപ്പോൾ അതേ ക്യൂ നിൽക്കുകയാണ് ഫുഡ് മേടിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഫുഡ് എന്തൊക്കെയായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന് മുമ്പ് എന്ന ടീമിന് അൽഫാമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ടീമിന് നമ്മുടെ ടീമിന് ഉണ്ടായിരുന്നത് ഫ്രൈഡ് റൈസ് ആണോ പുലാവാണോന്നറിയില്ല. ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, പിന്നെ പൊറോട്ട ഉണ്ടായിരുന്നു. പക്ഷെ അതും നല്ല ഫുഡായിരുന്നു കേട്ടോ. പുലാവാണെങ്കിൽ നല്ല ഫുഡായിരുന്നു. ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ ഫുഡ് തരക്കേട് ഉണ്ടായില്ല. നല്ല 3 നേരത്തെ ഫുഡായാലും നമുക്ക് നല്ലോണം കഴിക്കാനും അതിനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം എല്ലാവരും കൂടെ ഫുഡ് അടിച്ച് ഞങ്ങൾ 10 മണി 10:15 നേരത്താണ് നമുക്ക് ഇവിടേക്ക് ചെല്ലുന്നത്. നമ്മൾ ഇവിടെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യണം. അതായത് നമുക്ക് ലാസ്റ്റ് പോയിൻ്റാണ് ഇവിടെ. അങ്ങനെ ഒരു ഇതിലാണ് നമ്മൾ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഹലോ ഗൈസ് എവരിബഡി, നമ്മളിപ്പോൾ ക്യാമ്പ് ഫയറിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. യെസ്, നമ്മുടെ ഫയർ നിങ്ങളൊന്ന് കാണൂ. അതിഭീകരമായ ഫയറാണ്. ഞാൻ വിചാരിച്ചത് 4 പേർക്ക് ഉള്ളിൽ ഇങ്ങനെ കൂട്ടി വെച്ച് നമ്മൾ തന്നെ കത്തിക്കുന്നു. പക്ഷേ ഇവിടെ കുറച്ചധികം സെറ്റപ്പ് ഒക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. അമ്മ ഫോട്ടോ എടുത്തിട്ട് നല്ല രീതിയിൽ
ഹലോ. അപ്പൊ നമ്മള് ഒരു ഐഡിയയിലെങ്കിലും അടിച്ചു പൊളിക്കാൻ നമ്മൾ റെഡിയാണ്. റെഡിയല്ലേ കുഞ്ഞു? എല്ലാവരും റെഡിയാണ്. അപ്പുറത്ത് ഇത്രയും അടിച്ചു പൊളിക്കുന്ന സമയത്ത് നമ്മളിതുകൊണ്ട് പുറത്താണ് കേട്ടോ. കാശിക്കുട്ടന് ഭയങ്കര പേടിയായിരുന്നു. ഈ ലൈറ്റും പാട്ടും അങ്ങനെ ഇല്ലാത്തൊരാളാണ്, പക്ഷെ ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു. ഒട്ടും തന്നെ നിർത്തുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഏട്ടൻ്റെ കയ്യിലായിരുന്നു കുറച്ച് നേരം. പിന്നെ ഞാനെടുത്തു. ഏട്ടൻ കുറച്ച് നേരം കളിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാനെടുത്തു. കാശിക്കുട്ടൻ കണ്ടോ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് കയറാനേ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പുറത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ശരിക്കും അടിച്ചു പൊളിക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയാം കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു പാറു? പൊളിച്ചാ? പൊളിച്ചില്ലേ? കണ്ടാലും മനസ്സിലാവും. നീ ക്രാവിന്റെ പിന്നാലെ ഓടി പൊളിച്ചില്ലേ? മോനെ മോനെ പൊളിക്കുന്ന വരെ നിന്നില്ലേ? അവ മോക്കാരനെ പൊളിച്ചാൽ മതിയില്ലേ? അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടൊരു കട ഉണ്ടായിരുന്നു. ഈ ഒരു കട കണ്ടപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടേട്ടൻ്റെ തട്ടുകടയാണ് കേട്ടോ ഓർമ്മ വന്നത്. ഈ നേരത്തൊക്കെ നല്ലോണം തിരക്കുണ്ടായിരുന്നു. കാരണം അമ്മ വന്നിട്ടായാലും അയാൾ ഒരൊറ്റ ആളുണ്ടായുള്ളൂ. ഭയങ്കര തിരക്കൊക്കെ ഉണ്ടായിരുന്നു. കളിക്കാൻ പറ്റാത്തതിൻ്റെ എൻ്റെ വിഷമം ഞാൻ ഇനിയിപ്പോൾ ദേ എല്ലാവരും കൂടെ ചായയൊക്കെ കുടിച്ച് നമ്മളിന് നേരെ സ്ട്രൈറ്റ് ആയിട്ട് വീട്ടിലേക്ക് പോവാണ്. എന്തായാലും ഒരു 3 മണിക്കൂറിൻ്റെ യാത്ര എന്തായാലും ഉണ്ടാവും. 11:30 മണിയായിട്ട്. അപ്പോൾ 12, 1, 2 ഒരു 2:30 എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോണത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടന്നും യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ചിരുന്നു. പക്ഷേ ഈ അടിച്ചു പൊളിച്ചു. ലാസ്റ്റൊക്കെ ആയപ്പോഴും നമ്മൾ അടിച്ചു പൊളിച്ചു. നമ്മൾ വീടെത്തിയ സമയം 4 മണി കഴിഞ്ഞു നമ്മൾ എത്തിയത്. നമ്മൾ ചെന്നത് നമ്മുടെ മേമയുടെ വീട്ടിലേക്കായിരുന്നു. അപ്പോൾ കുഞ്ചൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ എത്തിയത്. തിരിച്ച് കുഞ്ചൻ്റെ വീട്ടിൽ തന്നെ നമ്മൾ ഇറങ്ങിയ സമയത്താണെങ്കിൽ ഇവിടെ ഭയങ്കര മഴയായിരുന്നു. നല്ല മഴ സമയത്താണ് എത്തിയത് കേട്ടോ. അങ്ങനെ ഇവിടെ നിന്ന് നമ്മളെല്ലാവരും പോയി എത്തിയപ്പോൾ ഒരു സമയമായി. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ 3 ട്രിപ്പ് നമ്മൾ ഭയങ്കരമായിട്ട് അടിച്ചു പൊളിച്ചായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ പറയണം കേട്ടോ. അതേപോലെ നിങ്ങളുടെ കുറേ ട്രിപ്പ് എക്സ്പീരിയൻസും കമൻറ്റ് ചെയ്യും.